വൈകുണ്ഠനെ ദർശിച്ചാൽ, വൈകുണ്ഠനാഥനെ ദർശിച്ചാൽ വ്യാഴദോഷം മാറുന്നു. അതിപ്രശസ്തമായ തമിഴ്നാട്ടിലെ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ശ്രീമതി രമണി, അതായത് കേരളത്തിലെ അതിപ്രശസ്തരായ ജ്യോതിഷികളിൽ ഒരാളും ഒരുപാട് ജാതക നിരൂപണം നടത്തിയിട്ടുള്ളതുമായ ശ്രീമതി രമണി നിൽക്കുന്നത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. ഈ മാഡം, സാധാരണഗതിയിൽ ഒരു ജാതക ദോഷമുള്ള ഒരാള് ഒരു ജ്യോതിഷിയെ കാണുമ്പോൾ വേഴത്തിന്റെ ബലം കുറവാണെന്ന് പറയുന്നുണ്ട്. ഈ അമ്പലത്തിൽ വന്ന് ദർശിച്ചാൽ അല്ലെങ്കിൽ അമ്പല ദർശനം നടത്തിയാൽ ഈ ജാതകന് വേഴദോഷം മാറുമോ? അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ വേഴം ദോഷകരമായിട്ടുള്ള ഒരു വ്യക്തിക്ക് അനുഗ്രഹം കിട്ടേണ്ടത് മഹാവിഷ്ണുവിന്റെ അനുഗ്രഹമാണ്. ഇന്ത്യയിലെ 108 മഹാദേവ ക്ഷേത്രങ്ങളിൽ, മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഈ വൈകുണ്ഠ ഭൂലോകനാഥനായിട്ടുള്ള ഈ ശ്രീരംഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വൈകുണ്ഠ ക്ഷേത്രം. ഒരു ജാതകന് വ്യാഴദോഷം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ജാതകൻ ഇവിടെ വന്ന് മഹാവിഷ്ണുവിനെ ദർശിക്കുകയും ഈ വൈകുണ്ഠ ഭൂലോകനാഥനെ ദർശിക്കുകയും അതോടൊപ്പം ഇവിടുത്തെ സുദർശന ഹോമം ഏറ്റവും വളരെ വിശേഷപ്പെട്ടതാണ്. ആ സുദർശന ഹോമത്തിൽ പങ്കെടുക്കുകയും സുദർശന കൃഷ്ണനുണ്ട് ഇവിടെ, അദ്ദേഹത്തെ ദർശിക്കുകയും ഈ വൈകുണ്ഠ ഭൂലോകനാഥന്റെ അടുത്ത് ഒരു ദിവസമെങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്ത് നമ്മുടെ വ്യാഴദോഷം അകലുന്നതിന് വേണ്ടി ചെലവഴിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ജാതകന് അടുത്ത ഒരു വർഷത്തേക്കെങ്കിലും ഉള്ള പുണ്യം ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. ഈ മണ്ണിലൊന്ന് ചവിട്ടിയാൽ പോലും നമുക്ക് ആ ഒരു ദർശനത്തോടുകൂടി പിന്നെ പറയാൻ പറ്റാത്ത രീതിയിലുള്ള അത്ഭുതകരമായ ഒരു ഉയർച്ചയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഇവിടെ വന്നു പെടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ജാതകം ദോഷത്തിലുള്ള, വ്യാഴം ദോഷത്തിലുള്ള ഒരു വ്യക്തിക്ക് ഇവിടെ വന്നു പെടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. എങ്കിലും നമ്മൾ കൂടുതൽ പ്രാർത്ഥനയോടുകൂടിയും ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ വൈകുണ്ഠ ഭൂലോകനാഥന്റെ അടുത്ത് എത്താൻ പറ്റും. സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്ന വൈകുണ്ഠ ഏകാദശിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏകാദശി. അത് കൂടി നമ്മൾ പങ്കെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വ്യാഴവട്ടക്കാലം ഉണ്ടാകുന്ന ഈ വ്യാഴത്തിന്റെ ദോഷങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ജാതകനെ ബാധിക്കാതിരിക്കുന്നതാണ്. അത്രത്തോളം വിശേഷകരമായിട്ടുള്ള ഒന്നാണ് ഈ വൈകുണ്ഠ ഭൂലോകനാഥൻ എന്ന ഈ ഇവിടെ ഉള്ള ഉത്തമമായിട്ടുള്ള ഈ മഹാവിഷ്ണു. ഈ സാധാരണഗതിയില് ഒരാളുടെ ലൈഫില് പല സ്റ്റേജസിൽ പല ക്രൈസിസ് വരാറുണ്ട്. ക്രൈസിസ് വരുമ്പോഴാണല്ലോ നമ്മൾ ഈ ദൈവജ്ഞർ അല്ലെങ്കിൽ ജ്യോതിഷികൾ അവരൊക്കെ പോയി കാണുക. അങ്ങനെ കാണുന്ന സമയത്ത് ഒരാൾക്ക് വേഴത്തിന്റെ ബലക്കുറവുണ്ടെന്ന് പറയുകയാണെങ്കിൽ ബലക്കുറവുള്ള ഒരാൾക്ക് എന്തൊക്കെ സിംറ്റംസ് ആണ് ഉണ്ടാകുക? ബലക്കുറവ് എന്ന് പറയുന്നത് ഒരു പാപഗ്രഹം 30 ഡിഗ്രിയിൽ കുറവായിട്ട് വ്യാഴത്തിനോട് ചേർന്ന് നിൽക്കുകയോ, പാപഗ്രഹത്തിന്റെ യോഗമോ ഉണ്ടെങ്കിൽ വ്യാഴം മൗഢ്യത്തിലാണ്, അല്ലെങ്കിൽ വ്യാഴത്തിന് കേന്ദ്രാധിപത്യ ദോഷമുണ്ട് എന്ന് പറയാം. ഒരു വ്യാഴദശാകാലമായിട്ടുള്ള ഒരു ജാതകന് വ്യാഴദശാകാലം ചില ജ്യോത്സ്യന്മാർ പറയാറുണ്ട്, നിങ്ങൾക്ക് വ്യാഴം തുടങ്ങാൻ പോവാണ്, വച്ചടി കയറ്റമായിരിക്കുമെന്ന്. പക്ഷെ വ്യാഴദശാകാലം കഴിഞ്ഞിട്ട് വച്ചടി കയറാതെ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകാത്ത ഒരുപാട് ജാതകരെയും ഒരുപാട് വ്യക്തികളെയും നമുക്കറിയാം. അപ്പൊ തീർച്ചയായിട്ടും വ്യാഴദശാകാലം മോശമാണ് എങ്കിൽ, വ്യാഴം ഒരു പിഴച്ചിരിക്കുക എന്ന് പറയും, വ്യാഴം ദോഷമായിട്ട് ഇരിക്കുന്ന അനുകൂലമല്ലാത്ത ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അയാളുടെ ജീവിതത്തില് സന്താനകാരകനും ധനകാരകനുമായ വ്യാഴം ഒരുപാട് ദോഷങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോ ഈ വ്യാഴം ദോഷപ്രദമായൊരു വ്യക്തിക്ക് അയാളുടെ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അയാളുടെ ബിസിനസ്സിൽ ഒരുപാട് ദോഷങ്ങൾ, ഏറ്റക്കുറച്ചിലുകൾ, സാമ്പത്തികത്തിൽ ഒരുപാട് തടസ്സങ്ങള്, കുടുംബത്തിൽ അനാവശ്യമായ കലഹങ്ങള്, പ്രശ്നങ്ങള്, വ്യാഴദശാകാലത്ത് പലർക്കും വ്യവഹാരങ്ങൾ വരെ വന്നു ചേരാറുണ്ട്. രാഹുർദശ കഴിയുന്നതോടുകൂടി വ്യാഴദശാകാലം തുടങ്ങുമ്പോൾ ആ ഒരു ദശാന്തർകാലം പോലും ഈ വ്യക്തിക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ദശ രാഹുർദശ അവസാനിച്ച വ്യാഴദശ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വ്യാഴം മോശമാണെങ്കിൽ ആ വ്യക്തി അന്നു മുതലേ മഹാവിഷ്ണുവിനെ ഭജിക്കുകയും മഹാവിഷ്ണുവിന് വേണ്ട വഴിപാടുകൾ ചെയ്യുകയും മഞ്ഞ വസ്ത്രങ്ങൾ ഉടുക്കുക, മഞ്ഞ വസ്ത്രം വ്യാഴാഴ്ച ദിവസം ധരിക്കുക, വ്യാഴകാലഹോരയില് ഇതുപോലെയുള്ള മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ ദർശിക്കുക, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലികൾ ചെയ്യുക, ഭാഗ്യസൂക്തം പാരായണം ചെയ്യുക, മഞ്ഞ വസ്തുക്കൾ ദാനം ചെയ്യുക, വ്യാഴാഴ്ച ദിവസം അന്നദാനം ചെയ്യുക. ഇതെല്ലാം വ്യാഴം മോശമായിട്ടുള്ള ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങളാണ്. പ്രത്യേകിച്ച് ഇതുപോലെ ഒരു ക്ഷേത്ര ദർശനം തന്നെ നമുക്ക് വ്യാഴത്തിന്റെ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു പരിഹാരം കൂടിയാണ്. ദോഷശാന്തിക്കായിട്ട് വ്യാഴത്തിന് മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് ഉത്തമമായിട്ടുള്ള കർമ്മം. സന്താനകാരകനായ വ്യാഴം ദോഷത്തിലായിട്ട് സന്താനം, അതുകൊണ്ട് തന്നെയാണല്ലോ സന്താന ഗോപാലം നമ്മൾ വഴിപാടുകളായിട്ട് വ്യാഴദശാകാലത്ത് ചെയ്യുന്നതും. സന്താനങ്ങൾക്ക് ദോഷം വരാതിരിക്കാനായിട്ട് വ്യാഴദശയിൽ നമ്മൾ
ഇതിനു വേണ്ട ഉത്തമമായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത്. ഏറ്റവും കൂടുതൽ ശനിയെ അല്ല പേടിക്കേണ്ടത്, വ്യാഴദശാകാലം മോശമാണെങ്കിൽ വ്യാഴത്തെയാണ് നമ്മൾ പേടിക്കേണ്ടത്. ശനിദോഷം വന്നു കഴിഞ്ഞാൽ ശാസ്താവിനെ ഭജിച്ചാൽ മതി. ഇത് മഹാവിഷ്ണുവിനെ ഭജിക്കാതെ വ്യാഴാഴ്ച ദിവസം നമ്മൾ വൃതാദികളൊന്നും എടുക്കാതെ മത്സ്യമാംസം ഭക്ഷിക്കുക, അതുപോലെ തന്നെ ഈ വ്യാഴത്തിന് ദോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു ജാതകന് ഒരുപാട് ദോഷങ്ങൾ വരാറുണ്ട്. ദോഷശാന്തിക്കായിട്ട് മഹാവിഷ്ണുവിനെ ഭജിക്കുക, അതാണ് വ്യാഴത്തിന് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ള പരിഹാര കർമ്മം. ഒരാളുടെ ജീവിതത്തില് ഈ വ്യാഴത്തിന്റെ ബലക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എടുത്തു പറയുന്ന ഏതെങ്കിലും അസുഖങ്ങളോ വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും വ്യാഴം ദോഷമായിട്ടുള്ള ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഷുഗർ എന്ന് പറയുന്നത്. വ്യാഴം ദുർബലനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും ആദ്യം ബാധിക്കുന്നത് ഷുഗറാണ്. ചിലപ്പോൾ ഷുഗർ ഉള്ളൊരു വ്യക്തിക്ക് അത് നേരത്തെ അറിയില്ലായിരിക്കാം, പക്ഷെ വ്യാഴം ദുർബലനാവുന്ന ദശാകാലത്തോ അന്തർദശാകാലത്തോ അല്ലെങ്കിൽ ഈ വ്യാഴത്തിന്റെ ഗോചരം നിൽക്കുന്ന സമയത്തോ തീർച്ചയായിട്ടും അയാൾക്ക് ആദ്യം ബാധിക്കുന്നത് ഈ പറയുന്ന ഷുഗർ, പ്രമേഹം എന്ന് പറയുന്ന രോഗങ്ങളാണ്. അതുമൂലം വൃണാദികൾ വരാം. പ്രമേഹം മൂത്ത് പാദത്തിലൊക്കെ വൃണാദികൾ വന്ന് അയാൾക്ക് ദോഷങ്ങൾ സംഭവിക്കാം. എത്രയേറെ ചികിത്സിച്ചിട്ടും എത്രയേറെ പരിഹാരം ചെയ്തിട്ടും ഷുഗർ ഒരിക്കലും കുറയുന്നില്ല, അല്ലെങ്കിൽ അയാൾക്ക് ജ്വരാദി രോഗങ്ങളൊന്നും മാറുന്നില്ല എന്ന് വരുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് വ്യാഴത്തെ കൊണ്ടാണ്. വ്യാഴം ദോഷമായിട്ടുള്ള ഒരു വ്യക്തിക്ക് പിന്നെ ഹാർട്ടിന് അസുഖം വരുന്ന സമയത്ത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഈ വ്യാഴത്തിന്റെ അനുകൂലമല്ലാത്ത സ്ഥിതിയിൽ വന്നുപെടാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ഒരു പൃച്ഛകൻ നമ്മളെ കാണാൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ജാതകൻ കാണാൻ വരുമ്പോൾ അവരോട് പറയുന്നു, വ്യാഴം നിങ്ങൾക്ക് ദോഷമാണ്, നിങ്ങൾ മരിച്ചു പോകുന്നല്ല നമ്മൾ പറയുന്നത്, മറിച്ച് ഇങ്ങനെ ഒരു ചെറിയ ദോഷമുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരത്തെ നമ്മൾ ഇതുപോലെയുള്ള വൈകുണ്ഠ ക്ഷേത്രങ്ങളോ മഹാവിഷ്ണുവിനെയൊക്കെ ദർശിക്കുക, പരിഹാരങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. വ്യാഴാഴ്ച ദിവസം നമ്മളൊരു വ്രതാനുഷ്ഠാനത്തോടു കൂടി വസിക്കുക, വേണ്ട ചികിത്സകളൊക്കെ നമ്മൾ യഥാസമയത്ത് ചികിത്സകളൊക്കെ ചെയ്യുക. ഇങ്ങനെയൊക്കെ ഇരുന്നാൽ ഈ പറയുന്ന ഹൃദയ സംബന്ധമായ രോഗങ്ങളും ഷുഗർ സംബന്ധമായിട്ടുള്ള രോഗം, പ്രമേഹമൊക്കെ ഏറ്റവും കൂടുതൽ രോഗിയെ ബാധിക്കുന്നത് ഈ പറയുന്ന വ്യാഴദശാകാലത്താണ്. അതിനൊരു പ്രിക്കോഷൻ എടുക്കാനാണ് നമ്മൾ എല്ലാവരോടും മുൻകൂട്ടി പറയുന്നത്. അല്ലാതെ വ്യാഴം വരുന്നു അതുകൊണ്ട് പേടിച്ചിട്ട് നിങ്ങൾ ഇത്രയേറെ ദോഷങ്ങൾ ഉണ്ടാവും എന്നല്ല പറയുന്നത്. അതിനൊരു പ്രിക്കോഷൻ എടുക്കുക. ജാതകം എന്ന് പറയുന്നതിന് ഒരു ജീവിതത്തിൽ ഒരു ടോർച്ചാണ്. ഇരുട്ടത്ത് നമ്മൾ ടോർച്ച് അടിച്ച് നടക്കുന്ന പോലെയേ ഉള്ളൂ ഈ ജാതകം എന്ന് പറയുന്നതും പ്രശ്നം എന്ന് പറയുന്നതും. അപ്പൊ ഒരു ജ്യോത്സ്യൻ ഒരു ടോർച്ച് അടിച്ചു കൊടുക്കുന്ന ഒരു പണി മാത്രം അവിടെ ചെയ്താൽ മതി. ബാക്കി ജാതകം വേണമെങ്കിൽ വിശ്വാസത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ്. അത്രയും ചെയ്താൽ തന്നെ നമുക്ക് തീർച്ചയായിട്ടും വ്യാഴത്തിന്റെ അനുകൂലങ്ങൾ കിട്ടിക്കോളും. ഈ രോഗ നിവാരണം നമുക്ക് വരുത്താൻ സാധിക്കും. മരുന്നും മന്ത്രവും എന്നാണല്ലോ പഴമക്കാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഒരു വ്യാഴത്തിന്റെ അനുകൂലം കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി വിഷ്ണു സഹസ്രനാമം ജപിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ സാധാരണപ്പെട്ട രീതിയിൽ ആൾക്കാർക്ക് പലർക്കും ഒന്നുകിൽ സമയം ഉണ്ടാവില്ല, രണ്ട് സമയം ഉണ്ടെങ്കിലും അതിന്റെ അക്ഷരസ്ഫുടത, കാരണം സംസ്കൃതമാണല്ലോ, അതിനെന്താ വേണ്ടതിന് പറയാനുള്ളത്? വ്യാഴം മഹാവിഷ്ണു സ്തോത്രം ജപിക്കാന്ന് പറഞ്ഞാൽ അതിന് ഏതാണ്ട് 1-1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ സമയം എടുക്കും എന്ന് ഉണ്ട്. സാധാരണ ഇന്ന് ജോലിക്ക് പോകുന്ന ആളുകൾക്ക് എല്ലാ ദിവസവും ഈ പാരായണത്തിനൊന്നും സമയം കണ്ടെത്താൻ സാധിക്കാറില്ല. എങ്കിലും പറ്റുന്ന പോലെ ഇപ്പൊ ഏതെങ്കിലും വ്യാഴാഴ്ച ദിവസം പാരായണം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമുക്കൊരു ഞായറാഴ്ച ദിവസമോ ശനിയാഴ്ച ദിവസമോ അവധിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഈ പറയുന്ന വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യാം. കാരണം അന്ന് എന്തായാലും അവധിയാണ്. അന്നേ ദിവസം നമ്മൾ പുറത്ത് ഒരുപാട് പ്രോഗ്രാം ഒക്കെ ആയിട്ട് ഹോളിഡേ എൻജോയ് ചെയ്യാനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യാം. കൂടാതെ നമുക്ക് വിഷ്ണു സഹസ്രനാമം മുഴുവനായിട്ട് പാരായണം ചെയ്യാൻ തെറ്റുകൂടാതെ സാധിക്കുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ഗുരുവിൽ നിന്ന് നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും, ഏതെങ്കിലും സ്വാത്വികനായ ഒരു ഗുരുവിൽ നിന്ന് ഒരു പ്രാവശ്യമെങ്കിലും അതൊന്ന് ദീക്ഷയായിട്ട് വാങ്ങിച്ച് നമുക്കത് പാരായണം ചെയ്യാൻ പഠിക്കാം. കൂടാതെ ഭാഗ്യസൂക്തം നമുക്ക് എല്ലാ വ്യാഴാഴ്ചയും വ്യാഴകാലഹരിയിൽ ഭാഗ്യസൂക്തം 3 കൃഷ്ണനെ മഹാവിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് 3 ഭാഗ്യസൂക്തം പാരായണം ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു 21 വ്യാഴാഴ്ചയെങ്കിലും നമ്മൾ ഭാഗ്യസൂക്തം പാരായണം ചെയ്താൽ വ്യാഴദോഷ നിവൃത്തി നമുക്ക് വരുത്താൻ സാധിക്കും. എന്തായാലും ഇങ്ങനൊരു സാക്ഷാൽ വൈകുണ്ഠനാഥനെ നേരിട്ട് ദർശിക്കാൻ ഭാഗ്യമുണ്ടായില്ലെങ്കിലും രമണി മേളം വഴി ഇങ്ങനൊരു വീഡിയോയിൽ കൂടെ കാണാൻ സാധിച്ചതിൽ വളരെ പുണ്യമാണ് ഞാൻ കാണുന്നത്. അതിലുപരി നമ്മുടെ പ്രേക്ഷകർക്ക്, ABCയുടെ സ്വന്തം മലയാളി പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് മേഡം നമ്മുടെ ആ അമ്പലത്തിന്റെ ഒരു വിഷ്വൽ റെപ്രസന്റേഷൻ, വിഷ്വൽ ഒന്ന് കാണിക്കാൻ പറ്റിയാൽ വളരെ സന്തോഷം. വളരെ
വളരെ സന്തോഷം. വളരെ നന്നായിട്ടൊരു വിശദീകരണം തന്നെ വേഴത്തിനെ പറ്റി കൊടുത്തു. ഈ ഗ്രഹസ്ഥിതിയില് വേഴത്തിന്റെ പവർ എല്ലാവരും നോക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ ഈ ബിസിനസ് ഇറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ പൊതുവെ മംഗളകാര്യങ്ങൾക്ക് ഇറങ്ങുന്ന സമയത്ത് വേഴം ബലവാനാണോ എന്നെല്ലാവരും നോക്കുന്നുണ്ട്. ഈ വേഴം ബലവാനല്ലെന്നുണ്ടെങ്കിൽ ഒരു ജാതകന് എന്തൊക്കെ സിംറ്റംസ് ആയിരിക്കും ഉണ്ടാകുക? അതായത് എന്തെങ്കിലും എടുത്തു പറയത്തക്ക സിംറ്റംസ് കാണാമോ? വ്യാഴം ദശാകാലം തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഒരു ജാതകന് വ്യാഴദശാകാലം അനുകൂലമല്ല എങ്കിൽ വ്യാഴദശാകാലം തുടങ്ങുന്നതിന് മുൻപേ തന്നെ രാഹുവിന്റെ അവസാന കാലത്തോട്, രാഹുദശ കഴിഞ്ഞിട്ടുള്ള അവസാന ആ അന്തർദശാകാലത്തോടു കൂടി തന്നെ അയാൾക്ക് അതിന്റെ സിംറ്റംസ്, വ്യാഴം എന്ന് പറയുന്നത് തന്നെ സന്താനകാരകനും ധനകാരകനുമാണ്. ആ സന്താനകാരകനും ധനകാരകനും സന്താനങ്ങൾക്ക് ദുരിതമോ ധനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളോ, ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് ബിസിനസ്സിൽ ഒരുപാട് മോശമായ അവസ്ഥകളോ ബിസിനസ് തകർച്ചകളോ ഒക്കെ വ്യാഴദശാകാലത്ത് ഏൽക്കേണ്ടി വരാം. ഒപ്പം തന്നെ വ്യാഴത്തിന്റെ അന്തർദശാകാലത്തും വ്യാഴം ഔദ്യത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ആ വ്യാഴത്തിന്റെ അന്തർദശ, ഏത് ദശയുടെ വ്യാഴത്തിന്റെ അന്തർദശ വരുന്ന കാലത്തും അയാൾക്ക് ഈ വ്യാഴത്തില് ധനത്തിന്റെ സ്രോതസ്സില് ഏറ്റക്കുറച്ചിലുകൾ വരിക. അതുപോലെ തന്നെ വ്യാഴദശാകാലം വ്യവഹാരമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗദുരിതങ്ങളോ ശത്രുദോഷങ്ങളോ ഒക്കെ അയാൾക്ക് വന്നു ഭവിക്കാം. ചില കുടുംബങ്ങളൊക്കെ ഏതെങ്കിലും വിധത്തില് കലഹങ്ങളും ഡിവോഴ്സുകളൊക്കെ വരുന്നത് പോലും വ്യാഴത്തിന്റെ അന്തർദശാകാലത്താണ്. വ്യാഴം അനുകൂലമല്ലാത്തൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ എപ്പോഴും മുഖത്ത് പ്രസന്നതയില്ലാതിരിക്കാം. വ്യാഴത്തിന്റെ ദോഷം കൊണ്ട് അയാളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാവുക. സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ മോശമായിരിക്കും. ഏറ്റവും കൂടുതൽ ശനിയല്ല ദോഷം ചെയ്യുന്നത്, വ്യാഴം തന്നെയാണ്. അത് വ്യാഴം വരുന്നതിന് മുൻപേ, ഇപ്പൊ വ്യാഴത്തിന്റെ ഗോചരം നമ്മള് എല്ലാവരും ഓരോരും പറയുന്നുണ്ടെങ്കിലും വ്യാഴത്തിന്റെ ഗോചരം കൊണ്ട് അനുകൂല സ്ഥിതി അല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. വ്യാഴം 9-ൽ നിൽക്കുന്നവർക്ക് പോലും വ്യാഴം അനുകൂലമല്ല. 11-ലും 9-ലൊക്കെ നിൽക്കുന്നവരും വ്യാഴത്തിന്റെ ദോഷം അനുഭവിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ഇതുപോലെയുള്ള 108 മഹാവിഷ്ണു ക്ഷേത്രങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. ഈ 108 മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ക്ഷേത്രമാണ് വൈകുണ്ഠനാഥൻ. ഈ വൈകുണ്ഠനാഥനെ ദർശിക്കുകയും ഇവിടുത്തെ ഹോമങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ഒരു ദിവസം ഇവിടെ നമ്മൾ വന്ന് ദർശിച്ച് ഒരു ദിവസം ഇവിടെ ഒരു ഉപാസന പോലെ ഒരു ധ്യാനത്തിൽ ഇരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധാരണക്കായ ആളുകൾക്ക് ഒരുപാട് ഉത്തമമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലയളവാണ് ഈ വ്യാഴം. ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യാഴം, ശനിയേക്കാൾ ദോഷം ഉണ്ടാക്കുന്ന ഒന്നാണ് വ്യാഴം എന്ന് പറയുന്നത്.